يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله العزيز الشكور حثنا على عزائم الأمور، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. فإذا عزمت فتوكل على الله إن الله يحب المتوكلين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തഖ്വയുള്ളവരിൽ അടിയുറപ്പിച്ച് നിലനിർത്തി തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഏറെ നിലനിർത്തേണ്ടുന്ന ഒരു സ്വഭാവമാണ് സബാത്ത്, അതുപോലെ തന്നെ ഇസ്തിഖാമത്ത്, അസ്മ്, അതല്ലെങ്കിൽ അസീമത്ത് എന്നൊക്കെ പറയപ്പെടുന്ന ചില പ്രധാനപ്പെട്ട ഗുണവിശേഷണങ്ങൾ. ഒരു വിശ്വാസി തൻ്റെ തീരുമാനത്തിൽ ചാഞ്ചാടാതെ കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ സ്വീകരിക്കുകയും റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് കാര്യങ്ങളെ കൃത്യവും വ്യക്തവുമായ നിലക്ക് അള്ളാഹു എങ്ങനെയാണോ അനുവദിച്ചതെങ്കിൽ അപ്രകാരം അത് പ്രവർത്തിക്കുന്നതിൽ കണിശത പുലർത്തേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും പതറാതെ നല്ല സബാത്തോടെ, നല്ല സ്ഥിര മനസ്ഥിതിയോടുകൂടി, അതാണ് സബാത്ത്, നല്ല സ്ഥിരത, പതറാത്തൊരു മനസ്സ്. അതുപോലെ തന്നെ അസ്മ്, ഉറച്ച നിലപാട്, തീരുമാനം, ഇതൊക്കെ വിശ്വാസിക്ക് ലഭിക്കേണ്ടുന്ന വലിയ ഫضലാണ്. മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: ഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ശദ്ദാദ് ഇബ്നു ഔസ്, ശദ്ദാദേ, പേരെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു: ഇദക്തനസന്നാസു الذهب والفضة, ജനങ്ങളൊക്കെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും പിറകെ അത് ശേഖരിക്കാനും സംഭരിക്കാനും അതിൻ്റെ കാര്യത്തിലും മാത്രമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഫക്നിസ് ഹൗലാഇൽ കലിമാത്ത്, താഴെ പറയുന്ന വാചകങ്ങൾ, ആ പ്രാർത്ഥന നീ മുറുകെ പിടിച്ചോളണം. നീ അതുകൊണ്ട് നീ ഒരു വലിയ നിധി ഉണ്ടാക്കിക്കൊള്ളണം, അതൊരു നിധിയായി എപ്പോഴും നീ കൊണ്ട് നടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അല്പം സുദീർഘമായ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഭാഗം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ് വഅസ്അലുക മുജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക. തുടർന്ന് പിന്നെയും ആ ദുആ അല്പം കൂടി നീളമുണ്ട്. നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള ആ കാര്യത്തെ എടുത്തു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ആ ചോദിക്കാൻ പറഞ്ഞത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക സബാത ഫിൽ അംർ,
കാര്യങ്ങളിൽ നല്ല സ്ഥിരതയുള്ള ഒരു മനസ്സ് നീ എനിക്ക് നൽകണമേ. സബത്ത എന്ന് പറഞ്ഞാൽ സ്ഥിരമായി സ്ഥിരപ്പെട്ടു നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാതെ. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, യമീനിലേക്കും ഷിമാലിലേക്കും വലത്തോട്ടും ഇടത്തോട്ടും ഒന്നും തിരിയാതെ യഥാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ആ ദീനിൽ അൻ അസ്ബുത അലാ ദീനില്ലാഹ് വ അൻ നസ്തഖീമ അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹു കൽപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ ഓരോ കാൽവെപ്പുകളും വളരെ കൃത്യവും വ്യക്തവുമായ നിലക്ക് ദീനിന്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതിൽ സ്ഥിരമായി തന്നെ പതറാതെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കരുത്ത് നീ എനിക്ക് പ്രദാനം ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത്ത് ഫിൽ അംർ. അടുത്ത വാചകം വൽ അസീമത അലർ റുഷ്ദ്. വിവേകപൂർണമായ കാര്യങ്ങളിൽ ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയായി, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഏതെല്ലാം കാര്യങ്ങളാണോ എനിക്ക് നന്മയായി പഠിപ്പിച്ചു തന്നിട്ടുള്ളതെങ്കിൽ ആ റുഷ്ദായ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുവാനുള്ള ഉറച്ച തീരുമാനം, അതാണ് അസീമത്ത്. ഒരാളൊരു കാര്യത്തിന് ഉറച്ചൊരു തീരുമാനം എടുക്കലാണ് അസ്മും അസീമത്തും ഒക്കെ. പരിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കും. മഹാരഥന്മാരായ പ്രവാചകന്മാരെ 25ഓളം നബിമാരെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഉലുൽ അസ്മ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. 5 നബിമാരെ പ്രത്യേകം പറഞ്ഞു. എല്ലാവരും നല്ല നിശ്ചയദാർഢ്യമുള്ളവരും മഹാന്മാരും അത്യുന്നത പദവിയിലെത്തിയവരും അതുപോലെ തന്നെ വലിയ ശ്രേഷ്ഠവാന്മാരുമാണ് അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾ മുഴുവനും. പക്ഷേ ചിലർക്ക് ചിലരേക്കാൾ ഒരു പദവി വ്യത്യാസമുണ്ടാകുമല്ലോ. ആ പദവി വ്യത്യാസം നമ്മൾ ചെറുപ്പകാലം തൊട്ടേ പഠിച്ചു വന്നിട്ടുള്ളതാണ്. മഹാന്മാരായ അമ്പിയാക്കളിൽ 5 ആളുകളെ നമ്മൾ ഉലുൽ അസ്മ് എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്, പറയാറുള്ളത്, വിശ്വസിക്കാറുള്ളത്. എന്താ ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ? അസ്മ് എന്ന് പറഞ്ഞാൽ ഏത് ഘട്ടങ്ങളിലും പതറാതെ നല്ല ധൈര്യത്തോടെ കടുത്ത പരീക്ഷണങ്ങളിൽ പോലും മനസ്സിന്റെ തീരുമാനത്തിൽ നിന്ന് അല്പം പോലും മാറ്റം വരുത്താതെ എന്തു വന്നാലും വേണ്ടില്ല, എൻ്റെ റബ്ബ് കൽപ്പിച്ചിടത്ത് ഞാൻ ഉണ്ടാകുമെന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ ആളുകൾ എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ പ്രത്യേകത? നോക്കൂ നിങ്ങൾ, അത് അപാരമായ ക്ഷമയുള്ളവർക്ക് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അസൂയാലുക്കളുടെ അസൂയയെ അവർ അവഗണിക്കും. ശത്രുക്കളുടെ ഭീഷണികളെ, പ്രലോഭനങ്ങളെ അവർ തൃണവൽഗണിക്കും. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ റബ്ബ് എന്താണോ എന്നോട് കൽപ്പിച്ചത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവനെ സമ്മർദ്ദത്തിലാക്കില്ല. പ്രലോഭനങ്ങളുടെയും പ്രകോപനങ്ങളുടെയും ആ വിധത്തിലുള്ള ഒന്നും തന്നെ അവന്റെ നിശ്ചയദാർഢ്യത്തിന് അല്പം പോലും മങ്ങലേൽപ്പിക്കുകയില്ല, പോറലേൽപ്പിക്കുകയില്ല. ഇതായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാർ. അതുകൊണ്ടാണ് ആ സബാത്തും അസീമത്തും റബ്ബേ നീ എനിക്ക് നൽകണേ എന്നാണ് ശദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തേ? ദുന്യാവിൽ ആളുകൾ പണത്തിൻ്റെയും ഭൗതികമായ സുഖസൗകര്യങ്ങളുടെയും പിറകെ ശ്രദ്ധിച്ചു പോകുമ്പോൾ നീ ഇതിൽ ശ്രദ്ധിച്ചോ എന്ന് പറയാൻ എന്താ കാരണം? ദുന്യാവിൽ എന്ത് പ്രയാസപ്പെട്ട മനുഷ്യൻ നേടിയാലും അതൊക്കെ അവൻ മൗത്താകുവോളം മാത്രമാണ്. മരിക്കോളം തന്നെ അതൊക്കെ പ്രയോജനപ്പെടുമോ എന്ന് മുഴുവൻ അറിയില്ല. ദുന്യാവിൽ എത്ര സമ്പന്നന്മാരുണ്ട്, അവനവന് ഇഷ്ടമുള്ള നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് അത് കഴിക്കാൻ പോലും കഴിയുന്നില്ല. സമ്പത്തില്ലേ? ഉണ്ട്. അവൻ്റെ സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അവന് കഴിയുന്നില്ല. എത്ര ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ ദുന്യാവിൽ പോലും ഈ ആരോഗ്യം ഉണ്ടായാൽ വരെ മരണം വരെ അല്ലേ ഇതൊക്കെ? ദുന്യാവിൽ എന്ത് വെട്ടിപ്പിടിച്ചാലും എന്ത് സൗകര്യം ഉണ്ടായാലും ഏതുവരെ മാത്രമാണ് ഇതൊക്കെ? ദുന്യാവിൽ എന്ത് നേടിയാലും അതൊക്കെ ഏതുവരെ മാത്രമാണ്? മരിക്കോളം. കേവലം അല്പകാലത്തെ ജീവിതം. നമ്മൾ ഇന്നും പാരായണം ചെയ്യുന്ന, ഇന്നും പാരായണം ചെയ്യേണ്ടുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല നമ്മളോട് ആ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സമ്പത്തും സന്താനങ്ങളുമൊക്കെ
ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങൾ മാത്രമാണ്. അത് കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ ഓടിക്കതച്ച് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കല്ലേ. ബാക്കിയാകുന്നത് അതല്ല, അതൊന്നും ബാക്കി ഉണ്ടാവില്ല. വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ. റബ്ബിൻ്റെ അടുക്കൽ പ്രതീക്ഷക്ക് വകയുള്ളതും ഏറ്റവും നല്ല നിലക്ക് റബ്ബ് പ്രതിഫലം തരാൻ വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നതുമായത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങളുടെ കാര്യം, അതിൽ എനിക്ക് ഉറച്ചു നിൽക്കുവാനുള്ള ഒരു തൗഫീക്ക് കിട്ടണേന്ന് പ്രാർത്ഥിച്ചോ എന്നാണ്. ലോകം മുഴുക്ക പണത്തിൻ്റെയും ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും പിറകെ, അത് ശേഖരിക്കാനും ആ നിധിയുടെ പിറകെ ഓടുമ്പോൾ ഈ നിധിയുടെ പിറകെ ശ്രദ്ധാതെ നീ ഓടിക്കോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് സബാത്തും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് സഹോദരങ്ങളെ ഈ കാലത്ത്. ആരോടും ഇന്നത് വിശദീകരിക്കേണ്ടതില്ല. രാവിലെ വിശ്വാസിയായിരുന്നവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് നിഷേധിയായി മാറുന്ന കാഴ്ച. റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പലരും നാളുകൾക്കകം വേണ്ട സെക്കൻഡ് വെച്ചുകൊണ്ട് നിരീശ്വര നിർമ്മതവാദങ്ങളിലേക്ക് കുടിയേറുന്ന കാഴ്ച. റബ്ബ് തന്നെ തരണം, റബ്ബ് തന്നെ തരണം. ആ സബാത്ത്, ആ ഇസ്തിഖാമത്ത്, ആ ഖുവ്വത്തുൽ അസ്മ് അത് അല്ലാഹ് തരണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. വിശ്വാസികളുടെ ദുആയാണ്. റബ്ബനാ, ഞങ്ങളുടെ യജമാനനായ റബ്ബേ, ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ. ബഅദ ഇദ് ഹദൈതനാ, നീ അതിനെ ഞങ്ങളെ നീ നേർവഴിയിലേക്ക് എത്തിച്ചതിൻ്റെ ശേഷം പിന്നെ നീ തെറ്റിച്ചു കളയല്ലേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് നിന്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ ധാരാളമായി നീ ചൊരിഞ്ഞു തരണം, ഓശാരമായി നീ തരണം. ഇന്നക അൻതൽ വഹാബ്, നിനക്ക് മാത്രമേ അത് കൊടുക്കാൻ കഴിയുന്നവനുള്ളൂ. നീയാണ് ധാരാളമായി അങ്ങനെ റഹ്മത്ത് കൊടുക്കാൻ കഴിവുള്ള വഹാബായവൻ, നീ മാത്രമേയുള്ളൂ റബ്ബേ എന്ന് റബ്ബിൻ്റെ മഹിതമായ സിഫത്ത്, അവൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിരവധി പ്രാർത്ഥനകളിൽ അവിടുന്ന് ഈ പ്രാർത്ഥന തന്നെ അവിടുന്ന് നമസ്കാരത്തിലും പ്രാർത്ഥിച്ചിരുന്നു എന്ന് മറ്റു റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ്. പഠിക്കാനൊക്കെ എളുപ്പമാണ് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. സബ്ബിത്ത്, കേട്ടോ ആ പ്രയോഗം, സബാത്ത്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ, അലാ ദീനിക, നിന്റെ ദീനിൽ. അതാ സബാത ഫിൽ അംർ എന്ന് പറഞ്ഞാൽ, അൽ അംർ എന്ന് പറഞ്ഞാൽ ഈ ദീനുല്ലാഹി അസ്സ വജല്ല എന്നൊക്കെ നമുക്ക് വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും. അതാണ് അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അവന്റെ ദീനാണ്. വേറെയും പ്രാർത്ഥനയുണ്ട്, യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതിക. ഹൃദയങ്ങളെ മാറ്റി തിരിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിനക്ക് എപ്രകാരമാണോ നന്മകൾ ചെയ്ത് പിടിച്ചു നിൽക്കേണ്ടത്, അനുസരിച്ച് നല്ലത് ചെയ്ത് മാത്രം ജീവിക്കേണ്ടത്, അതിൽ നീ എൻ്റെ ഹൃദയത്തെ അതിലേക്ക് തന്നെ നീ തിരിച്ചുവിടണേ. ഇതൊക്കെ മനുഷ്യ മനസ്സുകളുടെ സബാത്ത് നഷ്ടപ്പെടാതിരിക്കുവാനുള്ള പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പ്രവാചകന്മാരെ ആ ഉലുൽ അസ്മിൻ്റെ നിശ്ചയദാർഢ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. റുസുലുകളിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന് ഉലുൽ അസ്മുകളായ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉടമകളായിരുന്ന ആ പ്രവാചകന്മാരെ പോലെ നബിയെ താങ്കളും ക്ഷമിക്കുക. ആ നബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ധൈര്യം പകർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളൊരു കാര്യത്തിന് വേണ്ടി, ദീനിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ദിനേന തീരുമാനം എടുക്കുന്നുണ്ട്. എന്താണ് ആ തീരുമാനം? നമ്മുടെ ഷഹാദത്ത് കലിമകളിൽ
നമ്മുടെ ബാങ്കിൽ, നമ്മുടെ ഇഖാമത്തിൽ, നമ്മുടെ നിസ്കാരത്തിലൊക്കെ നമ്മളൊരു തീരുമാനം പറയുന്നുണ്ട്. അതെന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഷഹാദ നമ്മുടെ ഒരു പ്രഖ്യാപനമാണ്, ഒരു തീരുമാനമാണ്. ദിനേന നമ്മൾ എടുക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചേ ഞാൻ ജീവിക്കൂ. അള്ളാഹുവിൻ്റെ റസൂലിനെ റോൾ മോഡലായി, പ്രവാചകനായി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമേ എനിക്കുണ്ടാകൂ. അതല്ലേ ആ പ്രഖ്യാപനം? ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അതെങ്ങനെയാണ് ഉറച്ചു നിൽക്കേണ്ടതെന്ന് പഠിച്ച് ആ തീരുമാനമെടുത്ത് കൃത്യവും വ്യക്തവുമായ നിലക്ക് വിശ്വാസത്തിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാതെ തഖ്വയോടുകൂടെ ജീവിച്ച് പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോയാൽ ഒരു വിശ്വാസിക്ക് ആ അസീമത്തും അതുപോലെ തന്നെ ഇസ്തിഖാമത്ത്, നേർ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള സബാത്തും ഇസ്തിഖാമത്തും അസ്മും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും എന്നാണ്. അതാണ് നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. വലമൻ സബറ വഗഫറ, ആര് സഹിക്കുന്നുണ്ടോ, ക്ഷമയുള്ളവർക്കേ അത് കഴിയൂ. ക്ഷമയാണ് നല്ല ഉറച്ചു നിൽക്കുവാനുള്ള മാനദണ്ഡം. ക്ഷമിക്കാൻ കഴിയാത്തവർക്ക് അവർ നന്മയിൽ ഉറച്ചു നിൽക്കൂല, അവരതിനൊക്കെ പോവും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പ്രലോഭനങ്ങൾ, പ്രകോപനങ്ങൾ, ഭീഷണികൾ, മറ്റു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങളിലൊക്കെ ഇവരും പെട്ടുപോകും. ആര്? സബാത്തില്ലാത്ത ആളുകൾ. അതുകൊണ്ടാണ് വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. കണ്ടോ, അസ്മിൽ ഉമൂറിൽ പെട്ടതാണത്, ആ സബർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഒരു കവിയുടെ ഒരു വാചകം നോക്കൂ. ഇദാ കുൻത ദാ റഈൻ ഫകുൻ ദാ അസീമത്തിൻ ഫഇന്ന ഫസാദ റഈ അൻ തതറദ്ദദ. നീ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദീനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. നമസ്കാരത്തിലൊക്കെ പറയുന്നുണ്ട്, എൻ്റെ നിസ്കാരം, എൻ്റെ അനുഷ്ഠാനം, എൻ്റെ ജീവിതം, എൻ്റെ മരണം ഞാൻ റബ്ബുൽ ആലമീനിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ അവനിൽ യാതൊന്നും പങ്കുചേർക്കുകയില്ല. അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ യഥാർത്ഥ മുസൽമാനാണ്. ഞാൻ ശിർക്ക് ചെയ്യുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തത് ചെയ്യൂല. ഇതൊക്കെ നമ്മൾ പറയുന്നില്ലേ നമ്മളെ തീരുമാനമായിട്ട്? കൈകെട്ടി നിന്നാൽ അതല്ലേ വജ്ജഹത്തുവിൽ പറയുന്നത് മുഴുവനും. എങ്കിൽ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫകുൻ ദാ അസീമത്തിൻ, ദൃഢമായി ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നോളണം. കാരണം ഫഇന്ന ഫസാദ റഈ അൻ തതറദ്ദദ. ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് പിന്നെ വേണോ വേണ്ടേ, പിന്നെയാവാം, നാളെയാവാം, കുറച്ച് കഴിഞ്ഞോട്ടെ, കുറച്ചു കാലം കൂടി ഇങ്ങനെയാണ് മുന്നോട്ട് പോട്ടെ, പിന്നൊക്കെ നന്നാവാം എന്നിങ്ങനെയുള്ള തറദ്ദുദുണ്ടല്ലോ, അത് പറ്റൂല. അങ്ങനെ സംശയിച്ച് നിൽക്കരുത്. തസ്വീഫ് പാടില്ല. തീരുമാനമെടുത്താൽ ഉറച്ചു മുന്നോട്ട് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു എന്താ പറഞ്ഞത്? കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുമ്പോൾ ഏത് കാര്യങ്ങളിലും മുത്ത് മുസ്തഫയോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ഫശാവിറുഹും ഫിൽ അംർ, ഈ ജനങ്ങളോട് കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കണം. കണ്ടോ മുശാവറയുടെ ഒരു പ്രത്യേകത. ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആളുകളോട്, ബന്ധപ്പെട്ടവരോട് കൂടിയാലോചിക്കണം. കൂടിയാലോചിക്കേണ്ട വിഷയങ്ങളിൽ അത് അടിവരയിടണം. നിസ്കാരപ്പം നമ്മൾ എത്ര വക്ത നിസ്കരിക്കേണ്ടത്? 5 നേരം നിസ്കരിക്കണോ? അതിനൊരു മുശാവറുണ്ടോ? അതിനൊരു കൂടിയാലോചന ഉണ്ടോ? ഇല്ലല്ലോ. നേരെ മറിച്ച് ഏതൊക്കെ വിഷയങ്ങളിലാണ് മുശാവറ വേണ്ടത് എന്നുള്ളത് ഇസ്ലാമിന് നിയമങ്ങളുണ്ട്. ആ കാര്യത്തിൽ കൂടിയാലോചിക്കണം. എന്നിട്ടൊരു തീരുമാനം എടുക്കണം. തീരുമാനമെടുത്താൽ പിന്നെ ഫൈദാ അസംത, കണ്ടോ, മനസ്സിൽ ഉറച്ചൊരു തീരുമാനം എടുക്കുമല്ലോ ശൂറയൊക്കെ കഴിഞ്ഞിട്ട്, ഫതവക്കൽ അലല്ലാഹ്, പിന്നെ അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ അത് വേണ്ടിയിരുന്നില്ല, വേറൊരാൾ പറയുമ്പോൾ പിന്നെയും തീരുമാനം മാറ്റി, ഇയാൾ പറയുമ്പോൾ പിന്നെയും തീരുമാനം മാറ്റി, ഇങ്ങനെ ചാഞ്ചാടുന്ന മനസ്സുണ്ടായിരിക്കരുത്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. റബ്ബിൽ തവക്കുലാക്കുന്നവരോട് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. എൻ്റെ അടിമ എന്നിൽ തവക്കുലാക്കിയില്ലേ, എന്നിൽ നല്ല വിശ്വാസം ഉണ്ടായിട്ടല്ലേ എന്തും വരട്ടെ എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന് പറയുന്നത്. ആ അത്തരത്തിലുള്ള ദൃഢമനസ്കതയുള്ള ആളുകളെ, സ്ഥിരചിത്തതയുള്ള മനസ്സിൻ്റെ ആളുകളെ അള്ളാഹു ഒരിക്കലും കൈവെടിയുകയില്ല. റഹ്മാനായ റബ്ബ് ആ അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ മേഖലയിൽ സബാത്തും അസീമത്തും ഇസ്തിഖാമത്തും നമുക്ക് നിലനിൽക്കേണ്ടതുണ്ടോ അതൊക്കെ യഥാവിധി നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ മക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد
ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഖുവ്വത്തുൽ അസ്മ്, നല്ല അസ്മ്, മനോദാർഢ്യം, അതുപോലെ തന്നെ സബാത്ത്, അത് വ്യക്തിയിലും സമൂഹത്തിലും കുടുംബത്തിലും എല്ലാവരിലും ഒരു രാജ്യത്തും ഒക്കെ നിലനിൽക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു വിശ്വാസിയുടെ മനസ്സ് നല്ല സ്ഥൈര്യമായി തന്നെ നിലനിൽക്കുവാനുള്ള പല മാർഗങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം, ഖുർആൻ നന്നായി പഠിക്കുക, അള്ളാഹുവിൻ്റെ കിതാബും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, ഖുർആനിനെ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പോലും പറയുന്നുണ്ട്, ലി നുസബ്ബിത ബിഹി ഫുആദക, എൻ്റെ ഹൃദയത്തിന് നല്ല കരുത്ത് കിട്ടാനാണ്. വിശ്വാസികൾക്കത് കൊടുത്തതെന്തിനാണെന്ന് പറയുന്നിടത്ത് നോക്കൂ, ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക ബിൽ ഹഖ് ലിയുസബ്ബിതല്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് നല്ല സബാത്ത് കിട്ടാനാണ് അല്ലാഹു തആല ഈ ഖുർആൻ അവതരിപ്പിച്ചിരുന്നിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ പഠിക്കുന്നതിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സുകൾ അടങ്ങും, മനസ്സിന് നല്ല ധൈര്യമുണ്ടാകും, സ്ഥിരചിത്തതയുണ്ടാകും, പതർച്ച ഇല്ലായ്മ വന്ന് നല്ല ദൃഢമായ ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങുന്നത് അള്ളാഹുവിനെ യഥാവിധി ഓർക്കേണ്ടത് എപ്രകാരമാണോ അപ്രകാരം ഓർക്കുന്നതിലൂടെ മാത്രമാണ്. അമ്പിയാക്കളുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, മാ നുസബ്ബിതു ബിഹി ഫുആദക, നിൻ്റെ ഹൃദയത്തിന് ആശ്വാസം കിട്ടാനാണ്, നിനക്ക് നല്ല ധൈര്യം കിട്ടാനാണ്. എന്തിന്? മുൻകഴിഞ്ഞ ത്യാഗം സഹിച്ച ത്യാഗീവര്യന്മാരായ നബിമാരുടെ ഒട്ടേറെ ചരിത്രങ്ങൾ മുത്തമുസ്തഫാക്ക് ഖുർആനിലൂടെ അള്ളാഹു ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഖുർആനിൽ നിറഞ്ഞു കിടക്കുകയാണ് നേരത്തെ പറഞ്ഞ പ്രവാചകന്മാർ സഹിച്ച ത്യാഗങ്ങളുടെ കഥകൾ. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പഠിപ്പിച്ചു കൊടുത്തതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞതെന്താണ്? നബിയെ, നിങ്ങളുടെ ഹൃദയം നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്നാണ്. അപ്പോൾ നോക്കൂ, നമുക്കും അമ്പിയാക്കളുടെ ചരിത്രത്തിൽ വലിയ മനസ്സമാധാനമുണ്ടാകും, ഏത് പ്രതിസന്ധിയിലും തളരാതെയും പതറാതെയും. അതുകൊണ്ട് വ്യക്തി തൊട്ട് കുടുംബം തൊട്ട് രാഷ്ട്രതലങ്ങളിൽ വരെ അതിൻ്റേതായ വക്താക്കൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുവാനും പതറാതെ നല്ല നല്ല തീരുമാനങ്ങളുമായി വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും അതുപോലെ തന്നെ രാഷ്ട്രത്തിനും രാജ്യഭരണാധികാരികൾക്കും ഒക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ്. നമ്മുടെ ഇമാറാത്ത്, നമ്മുടെ ഈ രാജ്യത്തുള്ള ഭരണാധികാരികൾ, ഇവിടെയുള്ള ഭരണാധികാരികൾക്കും ഉത്തമമായ ഉന്നതമായ നല്ല സബാത്തോടുകൂടി എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ, അത് നല്ല തീരുമാനങ്ങളാകുവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് അവർക്കുണ്ടാകട്ടെ. അതേപോലെ തന്നെ ആ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പതറാതെ മുന്നോട്ട് പോയി ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും ഇമാറാത്തിൻ്റെ ഭരണാധികാരികൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, ഇത് നമ്മുടെ ഓരോ വ്യക്തിക്കും ചെറുതു തൊട്ട് വലിയ കാര്യങ്ങളിൽ ഈ നിലപാടില്ലെങ്കിൽ, ഒരു ഉറച്ച നിലപാടില്ലെങ്കിൽ മനുഷ്യൻ മരിക്കുന്ന നേരത്ത് വരെ പതറിപ്പോകും. മരിക്കുന്ന നേരത്ത് വരെ ശൈത്താൻ മനുഷ്യൻ്റെ സമീപത്ത് വന്നിട്ട് അവൻ്റെ ഉറച്ച നിലപാടിൽ നിന്ന് അവനെ മാറ്റാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കും എന്നാണ്. ശൈത്താൻ വിടൂല, സദാ നമ്മുടെ കൂടെയുണ്ട് നമ്മളെ പഴപ്പിക്കാൻ. മരണനേരത്ത് വരെ അവൻ ഹാജരാകും, ആ സമയത്തും വിടൂല. ഇപ്പം അവസാന ചാൻസാണ്, ഇപ്പം ഇവനെ നശിപ്പിക്കാൻ പറ്റിയ അവസരമാണെന്നുള്ള നിലക്ക് മരണനേരത്ത് വരെ നമ്മുടെ മനസ്സ് ചാഞ്ചല്യപ്പെടുത്താൻ ശൈത്താൻ ശ്രമിക്കുമെന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ദുആ നോക്കൂ നിങ്ങൾ. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, എൻ്റെ അടുക്കൽ അവൻ ഹാജരാകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ശൈത്താനിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓരോ ചുവടുവെപ്പ് മുന്നോട്ട് പോകണം. ചുറ്റുപാടുകൾ അത്ര മലീമസമാണ്, ലോകം അങ്ങനെയാണ്. പക്ഷേ വിശ്വാസികൾക്ക് ഇതൊരു എപ്പോഴും അവന് കുറച്ച് പ്രയാസം ഉണ്ടാകും. ആ പ്രയാസത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സബർ നല്ലോണം വേണം. അള്ളാഹു നമുക്കൊക്കെ അത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ദീനിൽ അടിയുറച്ച് നിന്ന് അങ്ങനെ തന്നെ മരിച്ചു പോകുവാനുള്ളൊരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ നാടിനും അതേപോലെ തന്നെ ഈ നാടിനെ നയിക്കുന്ന നേതാക്കൾക്കും അള്ളാഹു കരുത്ത് പകരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.